ഹേയ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ സ്വയം ഞാൻ അത്ര നല്ലതല്ല, മറ്റുള്ളവർ എന്നെക്കാട്ടിയും എത്രയോ ബെറ്റർ ആണ്. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫായിട്ട് നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് എന്തെന്നില്ലാത്ത വിഷമം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എനിക്കിതിനൊന്നും കഴിവില്ല, ഞാനൊരു പരാജയമാണ്, എനിക്കൊരിക്കലും നല്ലതാവാൻ പറ്റില്ല എന്നുള്ള ഒരു നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു തോട്ട്സ് ഉണ്ടല്ലോ. അങ്ങനെ ഈ ഒരു തോട്ട്സ് പതിയെ പതിയെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബ്രെയിൻ അത് വിശ്വസിക്കും. നമ്മളുടെ എല്ലാവരുടെയും മൈൻഡിനുണ്ടല്ലോ നമ്മളുടെ പേടികളെ കുറിച്ച് ചിന്തിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇന്നത്തോടെ നമുക്കത് മാറ്റാം. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കഴിവില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവാൻ പറ്റാത്തത് അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങളും അവിടെ തീരാണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി പറഞ്ഞൊരു ഐഡിയ ആണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അഥവാ തെറ്റുകൾ നമ്മൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഓരോ തെറ്റുകളും ഓരോ മിസ്റ്റേക്കും ഒരു ലെസണാണ്, എല്ലാം ഒരു പാഠമാണ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ? തെറ്റുകൾ പറ്റുമ്പോൾ സ്വയം നമ്മളെ മനസ്സിന് കുറ്റപ്പെടുത്താതെ അതിൽ നിന്ന് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, ഈ ഒരു തെറ്റ് കാരണം ഞാൻ ഇനി എൻ്റെ ലൈഫിൽ എന്താണ് ആവർത്തിക്കാണ്ടിരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കാം. സോ നമ്മുടെ മൈൻഡിൽ കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ഒരുപാട് മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ തകർക്കാൻ പറ്റില്ല. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുൽ വിശ്വസിക്കുക. ആരാണോ അള്ളാഹുൽ വിശ്വസിക്കുന്നത് എങ്കിൽ അവന് അള്ളാഹു മതിയാകും. ഇത് ഖുർആനിലെ ആയത്താണ്. ഓൾസോ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഒരാത്മാവിന് അതിന് താങ്ങാൻ പറ്റാവുന്ന വേദനകളും പ്രയാസങ്ങളും മാത്രമേ നൽകുള്ളൂ. സോ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കേപ്പബിൾ ആണ്. ആ ഒരു വിഷമവും ആ ഒരു വേദനയും ആ ഒരു വേറുപാടും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റും എന്ന് നമ്മുടെ റബ്ബിനെ അറിയാം. നമ്മൾ ആ ഒരു വിഷമത്തിൽ ആ ഒരു വേദനയിൽ നമ്മളുടെ ഈമാൻ സ്ട്രോങ് ആക്കണം. നമ്മളുടെ മനസ്സിന് പറ്റിയ മുറിവുകളിലൂടെ ഈമാന്റെ വെളിച്ചം നമ്മൾ കയറ്റണം. ഏതൊരു കാര്യം അല്ലാഹു നമ്മളുടെ ലൈഫിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം അത് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമേ അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ടിപ്പ് പറയാം. നമ്മളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആവും, നമുക്കൊരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വഴിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് വഴി പറഞ്ഞ് സഹായിക്കുന്നു. ആ ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് കോൺഫിഡൻസ് ആണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ടിപ്പ് പറയാം. നമ്മള് നല്ല ആൾക്കാരോട് കൂടെ സറൗണ്ട് ചെയ്യുക. നമ്മള് നല്ല ആൾക്കാരോട് കൂടെ സമയം ചെലവഴിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു സ്വയം വിശ്വാസം വരും. അതെങ്ങനെയാന്ന് വെച്ചാല്, കാര്യം നമുക്ക് സ്വന്തമായിട്ട് വിശ്വാസം വേണം എന്നൊക്കെ ആണെങ്കിലും ചില സമയത്ത് നമ്മളുടെ ഉള്ളിൽ കഴിവുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മളെ ചുറ്റുമുള്ളവർക്ക്, നമ്മളുടെ കൂടെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്നവരുടെ കൂടെ നിൽക്കുക. ഇതിലൂടെ നമുക്ക് സ്വയം നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. സ്വയം മനസ്സിലാക്കാൻ വേറെ വഴികളുണ്ട്, പക്ഷെ ഈ ഒരു കാര്യത്തോടു കൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയേക്കാം. സോ നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ ചെറുതായി കാണുന്നവരുടെ കൂടെ ഉണ്ടാവുമ്പോഴേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നവരുടെ കൂടെ ആണെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് പതറിപ്പോയിട്ടുണ്ടാവും. സോ എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ ഹാപ്പി ആവുന്നവരെയും അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുക. നെക്സ്റ്റ് നാലാമത്തെ ടിപ്പ് എന്താന്ന് പറയാം. എപ്പോഴെങ്കിലും മറ്റുള്ളവർ നിങ്ങളെക്കാളും നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ദിക്ർ നിങ്ങൾ നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഹസ്ബുനല്ലാഹി വ നിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹു മതിയാകും, എനിക്ക് അല്ലാഹ് മതി. നമ്മളെല്ലാവരും ഓർക്കണം, നമ്മളുടെ എല്ലാവരുടെയും ജേർണി, എല്ലാവരുടെയും യാത്ര വളരെ യൂണീക്കാണ്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കാണുന്നത് സത്യമായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവരുടെ ലൈഫിൽ നല്ല ഹാപ്പിയാണ്, നല്ല സന്തോഷം കണ്ടെത്തുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അവർക്ക് അവരുടെ വേദനയും അവരുടെ പരാജയവും അവർക്ക് മാത്രമേ അറിയൂ, അത് നമ്മൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരുടെയും വഴി ഡിഫറെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് പറയാം. തവക്കലും സബറും, വിശ്വാസവും ക്ഷമയും, ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു കാര്യവും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം വന്നാലേ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് ബിലോങ് ചെയ്യുന്നു, നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് മടക്കപ്പെടും. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർക്കുന്നതിലൂടെ നമുക്ക് ക്ഷമയും വിശ്വാസവും
പതിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.